ഇന്നത്തെ സ്പെഷ്യൽ നെയ് ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഗോതമ്പ് ദോശയ്ക്ക് കുഴച്ച് വയ്ക്കുമ്പോൾ എപ്പോഴും ഒരു മുട്ടയും കൂടി ചേർത്ത് കുഴച്ചു എന്ന് പറഞ്ഞാൽ, അതായത് മുട്ടയും വെള്ളം ഒരു നുള്ളു ഉപ്പും, ഒരു നുള്ളല്ല കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കുഴച്ചു എന്ന് പറഞ്ഞാലേ ഈ ഗോതമ്പ് ദോശ നല്ല നെയ്സായി മൊരിഞ്ഞ് കിട്ടും കേട്ടോ. അത് മുട്ടയിടുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ കുഴച്ച് റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ ഗോതമ്പ് ദോശയ്ക്കുള്ള ഒരു സിമ്പിൾ ചമ്മന്തിയാണ് കേട്ടോ നോക്കണം. നമ്മുടെ നാടൻ കപ്പൽമുളക് ചമ്മന്തിയാണ് കേട്ടോ നോക്കിയത്. നമ്മുടെ മുളകൊക്കെ വാട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയും കറിവേപ്പിലയും ഒരു നുള്ളു ഉപ്പും ഇട്ടിട്ടാണ് വറുത്തെടുത്തത് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതും, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത പൊതുവെ ചമ്മന്തികൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ദോശക്കുള്ള പരിപാടി നോക്കിയാലോ. ദോശക്കല്ലൊക്കെ അടുപ്പത്തിൽ വെച്ചു. നന്നായി ചൂടായി വന്നപ്പോൾ നെയ്യിട്ട് കൊടുത്തു. നമ്മുടെ ഗോതമ്പ് ദോശ നന്നായി പരത്തി കൊടുത്തു. എന്നിട്ട് നമുക്കത് ചുട്ടെടുക്കാം അല്ലേ. മറിച്ചിട്ടിട്ട് നല്ല നൈസായി വന്നിട്ടുണ്ട് കേട്ടോ. അത് പ്ലേറ്റിലൊക്കെ ആക്കി വെച്ച് നമുക്ക് കഴിക്കാൻ റെഡിയാക്കി എടുക്കാം അല്ലേ. പ്ലേറ്റിലേക്ക് ആക്കിയ ശേഷം ഞാൻ കുറച്ച് ചമ്മന്തി ഒഴിച്ചു കൊടുത്തു. പിന്നെ സാമ്പാറായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഗോതമ്പ് ദോശയ്ക്കൊപ്പം സാമ്പാറും ചമ്മന്തിയും അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ടിപ്പ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.